ഭീരുക്കളുടെ മുന്നിൽ ഈ രാജ്യം മുട്ടുകുത്തില്ല എന്ന് വളരെ കൃത്യമായ പ്രതികരണങ്ങൾ രാജ്യത്തു നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. പഹൽഗ്രാം ഭീകരാക്രമണത്തിൽ ബൗദ്ധജനങ്ങൾ പ്രതികരിക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട് നിന്നും ഗോകുൽ കെ വേണുഗോപാൽ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഗോകുൽ, എല്ലാവരും ഒരേ മനസ്സോടെ പറയുകയാണ്, ഈ ഭീകരതയ്ക്ക് മാപ്പ് നൽകരുത്, വളരെ കൃത്യമായ നടപടികൾ ഉണ്ടാകണമെന്ന് ഈ രാജ്യം ആഗ്രഹിക്കുകയാണ്. ഒപ്പം ശക്തമായ തിരിച്ചടി ഉണ്ടാകണമെന്നും രാജ്യം പറയുകയാണ്. എങ്ങനെയാണ് കോഴിക്കോട് നിന്നുള്ള പ്രതികരണങ്ങൾ? അതുതന്നെയാണ് നീലിമ. ഭീകരവാദികൾ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള തിരിച്ചടികൾ നൽകണമെന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്നലെ വൈകുന്നേരം മുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അത്തരത്തിലുള്ള പാരമ്പര്യവും ചരിത്രവും ഒക്കെ ഉണ്ട്. 2016 സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്, 2019 എയർ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ദാരുണ സംഭവങ്ങൾ നടന്നതിന് ശേഷം കൃത്യമായ 10-12 ദിവസങ്ങൾക്കപ്പുറം തന്നെ തക്കതായ മറുപടി നൽകാൻ വേണ്ടി നമ്മുടെ ഭരണകൂടത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ചരിത്രവും പാരമ്പര്യവും ഒക്കെ. ഭീകരവാദികൾ എന്നൊക്കെ രാജ്യത്തിലേക്ക് കടന്നു കയറുകയും രാജ്യത്തിന്റെ അഖണ്ഡതയും അല്ലെങ്കിൽ ഐക്യവും ഒക്കെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, ആ സമയത്തൊക്കെ കനത്ത തിരിച്ചടി നൽകിയ ചരിത്രവും പാരമ്പര്യവും തന്നെയാണുള്ളത്. അതിനാൽ തന്നെ തിരിച്ചടി നൽകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അതിവൈകാരികമായിട്ടാണ് ജനങ്ങളൊക്കെ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തിരിച്ചടി നൽകാൻ വൈകരുത് എന്നുള്ള ഒരു കാര്യം പ്രധാനമായിട്ടും ഈ നാട്ടുകാരൊക്കെ പങ്കുവെക്കുന്നുണ്ട്. കാരണം ഒരു മനുഷ്യനെ കണ്ടെത്തുക, അയാളെ ഐഡന്റിഫൈ ചെയ്യുക, പേര് ചോദിക്കുന്നു, മതം ചോദിക്കുന്നു, അയാൾ ഏത് മതത്തിൽപ്പെട്ട ആളാണ് എന്ന് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം നിഷ്ഠൂരമായ രീതിയിൽ കൊലപാതകം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുൻപ് കേട്ടിട്ടില്ലാത്ത രീതിയിലൊക്കെ ഈ ഭീകരവാദത്തിന്റെ ഭീകരമായ ഒരു ഊപങ്ങൾ പുറത്തു വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നാട്ടുകാർ തന്നെ നമ്മോടൊപ്പമുണ്ട്. കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള പഹൽഗാമിലെ ഭീകരാക്രമണം, ആ തീവ്രവാദികളോട് അല്ലെങ്കിൽ അവർക്ക് പിന്തുണ നൽകുന്ന ആളുകളോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇവിടെ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തുനിന്ന് തന്നെ ഈ തീവ്രവാദികളെ ഒന്നായിട്ട് തുടച്ചു നീക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത്രയും നിഷ്ഠൂരമായിട്ട് ക്രൂരമായിട്ട് കൊലപാതകങ്ങൾ ചെയ്യുന്ന തീവ്രവാദികൾ, അവർക്ക് വളം വെച്ച് കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഈ കേരളത്തിൽ വരെ ഉണ്ട്. കേരളത്തിനെ തന്നെ പിടിച്ചു നോക്കിയാൽ കേരളത്തിൽ തന്നെ ഉണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് കണ്ട ഒരു കാണുന്നുണ്ട്, വഖഫ് ബോർഡിൻ്റെ പ്രശ്നം പറഞ്ഞാൽ പലസ്തീൻ ഭീകരവാദികളുടെ ഫോട്ടോ വെച്ചിട്ട് പ്രകടനം നടത്തിയ ആൾക്കാരാണ്. അതിന് വരെ സർക്കാർ വരെ പിന്തുണച്ച് ആരും അതിനെതിരെ പ്രതികരിക്കാനുണ്ടായില്ല. ഇതൊക്കെ ഒരു പാടാണ്. കാരണം കാശ്മീരിൽ നടക്കുന്ന കാര്യങ്ങൾ കേരളത്തിലും കൂടെ ഒരു പാഠമാണ്. അതാണ് ഇതിന് ഭീകരവാദികളെ തുടച്ചു നീക്കുക തന്നെ വേണം. എവിടെയും ഭീകരവാദികൾ ഉണ്ടാവരുത്. ഈ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് തന്നെ ഉണ്ടാവരുത്. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. നീലിമ, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. അതായത് തീവ്രവാദത്തിന്റെ വേരുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്, അത് കേരളത്തിലുമുണ്ട് എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം സോളിഡാരിറ്റിയുടെ നേതൃത്വത്തിൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയായ സോളിഡാരിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് എയർപോർട്ടിലേക്ക് നടത്തിയ മാർച്ചിൽ ഹമാസിന്റെയും മുസ്ലിം ബ്രദർഹുഡിന്റെയൊക്കെ തീവ്രവാദി നേതാക്കളുടെ ചിത്രങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച് സമരം ചെയ്ത കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. അതൊക്കെ വളരെ രൂക്ഷ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നെങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അതിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അത്തരം ആളുകൾക്കെതിരെ നടപടിയെടുക്കുന്ന ഒരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊരു വിമർശനം ഇവിടെ നിന്ന് പ്രധാനമായിട്ടും ഉയർന്നു കേൾക്കുന്നുണ്ട്. അതൊക്കെ ഈ തീവ്രവാദത്തിന്റെ വേരുകൾ കേരളത്തിലുമുണ്ട് എന്ന് തെളിയിക്കുന്നതിന് ഉദാഹരണങ്ങളാണ് എന്ന കാര്യമാണ് പറയുന്നത്. എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പറഞ്ഞതുപോലെ ഇന്നലെ നടത്തുന്ന അക്രമത്തിൽ ആളുകളെ പേര് വിളിക്കുക, അവരുടെ മതം ഐഡന്റിഫൈ ചെയ്യുക, അങ്ങനെ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളുകളെ വെറുതെ വിടുക, ബാക്കിയുള്ള ആളുകളെയൊക്കെ കൊല്ലുക, ആ രീതിയിലൊക്കെയാണ് ഇന്നലെ തീവ്രവാദി അക്രമങ്ങൾ നടത്തിയിട്ടുള്ളത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മെയിനായിട്ട് വരുന്നതൊക്കെ കംപ്ലീറ്റ് ഹിന്ദുക്കൾ എന്നുള്ളൊരു വിഭാഗത്തിന് വേണ്ടി മാത്രമായിട്ട് അവർ ഒരു ചേരി തിരിഞ്ഞ് പിടിച്ചുകൊണ്ട് ആക്രമിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. കാരണം വെച്ചാൽ അവിടെ തന്നെ ഇപ്പം പല ആൾക്കാർ, പല ജാതി മതസ്ഥരൊക്കെ അവിടെ ചെന്നിട്ടുള്ള ആൾക്കാരാണ്. ഈ പഹൽഗാം, ഗുൽമാർഗ് എന്നൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസ്റ്റ് പ്ലേസുകളാണ്. അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഒരു ഭീകര ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ഈ ഭീകരന്മാരെന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള മൊത്തം ഭീകരത തുടച്ചു നീക്കണം എന്നുള്ള അവസ്ഥയാണ്. കാരണം ഒരു ഭീകരതയും ഒരു നാട്ടിലും, കേരളത്തിലും എന്നല്ല ഒരു നാട്ടിലും വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു ആളുകളെ, ഞങ്ങളുടെ സഹോദരങ്ങളെ ചോദിച്ചുകൊണ്ട്, പേര് ചോദിച്ച് ആളുകളെ നോക്കിക്കൊണ്ട് അങ്ങനെ ചെയ്യാൻ ഇത്രയും വലിയ ഭീകരത എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ അങ്ങനെ അങ്ങേയറ്റമായി. കേരളത്തിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ പ്രത്യക്ഷത്തിലില്ല എന്നുള്ള പരോക്ഷമായിട്ട് പല സ്ഥലങ്ങളിലും ഇതേപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടച്ചു നീക്കണം. ഭീകരത എന്ന് പറയുന്ന സാധനം വേണ്ട. എല്ലാവരും മതസൗഹാർദ്ദത്തോടു കൂടി പോകണമെന്നാണ് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. ഈ തിരിച്ചടി നൽകണമെന്ന്
തിരിച്ചടി നൽകണമെന്ന കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ അത്തരം അഭിപ്രായത്തിൽ യാതൊരു തരത്തിലുള്ള എതിരഭിപ്രായങ്ങളും ആർക്കുമില്ല. വളരെ പെട്ടെന്ന് തന്നെ ഇതിനൊരു തിരിച്ചടി നൽകണം. മുസ്ലിം തീവ്രവാദികൾക്ക് മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ അവർ മറക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള തിരിച്ചടികൾ നൽകണമെന്നൊരു കാര്യമാണ് പങ്കുവെക്കുന്നത്. ലോകത്തെവിടെയുമുള്ള സമാധാനം തകർക്കുന്ന ശ്രമങ്ങളെ ഇല്ലാതാക്കുന്ന ആളുകൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നൊരു ആവശ്യമാണ് പ്രധാനമായിട്ടും ഈ ജനങ്ങളൊക്കെ പങ്കുവെക്കുന്നത്. കേവലം കോഴിക്കോടിന്റെ മാത്രം വികാരമല്ല. നമ്മൾ തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒക്കെ പോയ സമയത്ത് സമാനമായ പ്രതികരണങ്ങളാണ് കണ്ടത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ രാവിലെയൊക്കെ നമ്മൾ കണ്ടതാണ് ചില കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയൊക്കെ നേതാക്കൾ ഒറ്റപ്പെട്ട രീതിയിൽ തീവ്രവാദികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ചില കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയൊക്കെ നേതാക്കൾ ഈ പറഞ്ഞതുപോലെ തീവ്രവാദികൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഇത് രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ട് സർക്കാർ സ്പോൺസർ ചെയ്ത ഭീകരാക്രമണമെന്ന് ഇതിലുള്ള പ്രതികരണങ്ങൾ നടത്തി മീഡിയ വാണിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചാണ്. മീഡിയ വാൺ ചാനലിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക രാഷ്ട്രീയമായിട്ടുള്ള ഒരിതാണ്. കാരണം തീവ്ര രാഷ്ട്രം പറഞ്ഞ പാകിസ്ഥാൻ പറഞ്ഞ തീവ്രവാദി രാഷ്ട്രത്തിനെ തന്നെ ഇല്ലാതെയാക്കിയാൽ ഇവിടെ തീവ്രവാദം അവസാനിക്കും. കേരളത്തിനകത്ത് തന്നെ ഇത്തരത്തിലുള്ള ചില ആളുകൾക്ക് പിന്തുണ പൊതുജനങ്ങൾ പ്രതികരിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ കോഴിക്കോട് നിന്നും ഗോകുൽ കെ വേണുഗോപാലാണ് ചേർന്നത്.